അസ്സലാമു അലൈക്കും ഹായ് ഓൾ. അപ്പോൾ രാവിലെ തന്നെ ഇന്ന് നല്ല വെളിച്ചമുണ്ട്. സാധാരണ ഒരു മഴക്കാറല്ലേ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ മഴക്കാറാവുമ്പോൾ പൊതച്ച് മൂടി കിടന്ന് ഉറങ്ങാനായിരിക്കും നമുക്ക് ഇഷ്ടം ഉണ്ടാവുക. നല്ല വെളിച്ചമൊക്കെ ഉണ്ടാകുമ്പോൾ അങ്ങ് ഓട്ടോമാറ്റിക്കലി എഴുന്നേറ്റല്ലേ നമ്മൾ ജോലിയെല്ലാം അങ്ങ് ചെയ്തു പോകും. തലേദിവസം ഇതേപോലെ കിച്ചണെല്ലാം ക്ലീൻ ചെയ്ത് കിടന്നാൽ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ എന്തോ ഒരു സമാധാനം അല്ലേ. അപ്പോൾ നമുക്ക് തലേദിവസം പുഴുങ്ങൽ റൊട്ടിയാണ്. അപ്പോൾ ഒന്ന് ബാക്കിയുണ്ട്. അതും അതിനോടൊപ്പം പഴം മുട്ടയൊക്കെ ആക്കിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആക്കണം. അത് ചെറിയ ലോ ഫ്ലെയിമിൽ വെച്ച് നല്ലോണം വെളിച്ചെണ്ണ അടിച്ച് മൊരിച്ചെടുത്താൽ രാവിലത്തെ ചായക്ക് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. രാത്രി കഴിക്കുന്നതിനേക്കാൾ ടേസ്റ്റ് ആയിരിക്കും ഈ രീതിയിൽ രാവിലെ കഴിക്കുമ്പോൾ. അപ്പോൾ ഇനിയിപ്പോൾ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റെല്ലാം കഴിച്ചിട്ട് നമുക്കില്ലേ ഇന്ന് ഹോസ്പിറ്റലിൽ പോകണം. ചെക്കപ്പ് ഉണ്ട്. ചെക്കപ്പ് എന്ന് പറഞ്ഞാൽ കണ്ണിനാണ്. എനിക്കും മൂക്കും രണ്ട് പേർക്കും പ്രശ്നമാണ് കണ്ണിന്. അപ്പോൾ ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് ഡോക്ടറെ അടുത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഇവർ വണ്ടിയിൽ നിന്ന് എന്നെ ട്രോളിക്കൊണ്ടിരിക്കുകയാണ്. നീ ബിസിനസ് ഇറങ്ങിയിട്ട് എന്താ നേടി എൻ്റെ രണ്ട് കണ്ണിൻ്റെ കാഴ്ചശക്തി പോയി എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയല്ല കേട്ടോ, 40 വയസ്സൊക്കെ കഴിഞ്ഞില്ലേ, അപ്പോൾ അതിൻ്റെതായ നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്യൂലേ. എനിക്കിപ്പോൾ ഇല്ല, നേരെ മുന്നിൽ പോകുന്ന ആ ഒരു വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് വായിക്കാൻ പറ്റില്ല. അത് വായിക്കാനാണ് ഇവർ എൻ്റെ അടുത്ത് പറയുന്നത്. അത് എനിക്ക് വായിക്കാനോ കഴിയില്ല. അതോടൊപ്പം തന്നെ ഈ ബോർഡൊന്നും എനിക്ക് വായിക്കാൻ കഴിയില്ല. കാരണം പിന്നെ ആ ഒരു പ്രശ്നമാണ് ഇവർ പറയുന്നത്. ഞാൻ ബിസിനസ്സിൽ ഫുൾ ടൈം സ്ക്രീൻ ടൈം ആയിട്ട് എനിക്ക് പറ്റിയതാണ്, അങ്ങനെ ഇങ്ങനെയാണെന്നാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഓരോരോ കണ്ടുപിടുത്തങ്ങൾ. നേരെ മറിച്ച് എൻ്റെ മോൾക്കോ 15 വയസ്സിൽ തന്നെ സെയിം എൻ്റെ പ്രശ്നം തന്നെയാണുള്ളത്. അവളത് സ്ക്രീൻ ടൈം കൂടിയിട്ട് അതൊക്കെ. പക്ഷേ എൻ്റെതൊക്കെ ഒരു 40 വയസ്സൊക്കെ അല്ലേ. ഇതുവരെ കണ്ണടയൊന്നും ഇല്ലാതെ പോയിന് അൽഹംദുലില്ലാ. ഇനി അങ്ങോട്ട് കണ്ണടയൊക്കെ ആവാം അങ്ങനെ. അപ്പോൾ ഇവരെന്നെ ഓടിക്കുന്ന ആൾ കണ്ണട വെച്ചിട്ടുള്ളത്. എന്നിട്ടാണ് എന്നെ പറയുന്നത് എനിക്ക് ഫുൾ ടൈം ഫോൺ തന്നെ, ബിസിനസ് തുടങ്ങിയിട്ട് എന്താ നേടിയത്, ഒന്നും നേടിയില്ല, കണ്ണിൻ്റെ കാഴ്ചശക്തി പോയി, അങ്ങനെ ഇങ്ങനെയൊക്കെ തന്നെ. വെറുതെ തമാശ കേട്ടോ. അങ്ങനെ വണ്ടിയിൽ നല്ല രസമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ എന്നോട് മൈക്ക് എടുക്കാൻ മറന്നു. മൈക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ ശരിക്കും ഒരു ലൈവായിട്ട് ഇങ്ങൾക്ക് കേൾക്കായിരുന്നു ഇവരെ. വെറുതെ അങ്ങനെ ഉണ്ടല്ലോ എന്തെങ്കിലും എങ്ങനെയെങ്കിലും പറഞ്ഞു. നമ്മൾ തലശ്ശേരി എത്തത് എങ്ങനെയാണെന്ന് പോലും അറിഞ്ഞിട്ടില്ല. ഈ അടുത്തായിട്ടില്ല. എന്നെ കാണുന്ന ആൾക്കാരൊക്കെ ചോദിക്കുന്ന ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എന്നെ കാണുന്ന ആൾക്കാരും അതിലുപരി എൻ്റെ വീഡിയോസ് കണ്ടിട്ട് നമ്മൾ ഹംദിൻ്റെ പേജ് കണ്ടിട്ട് തന്നെ എനിക്ക് ഇൻബോക്സിൽ വരുന്ന മെസ്സേജും ഇത്താക്ക് എന്താ പറ്റിയേ, മുഖം എന്താ ഇത്രയും ഡള്ളായിന്ന്. സത്യം പറഞ്ഞാൽ ആ മെസ്സേജിലൂടെയും എന്നെ കണ്ടിട്ട് ആൾക്കാർ ചോദിച്ചതിൻ്റെ ഭാഗമായിട്ട് ഞാൻ എൻ്റെ ഫേസ് ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അപ്പോഴാണ് എനിക്കും മനസ്സിലായത് നല്ലോണം ഡള്ളായിട്ടുണ്ട്. എൻ്റെ കൈയും മുഖവും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് ഇപ്പോൾ. അപ്പോൾ ബിസിനസ്സിൻ്റെ സ്ട്രെസ്സോ എന്താണെന്നറിയില്ല, നല്ലോണം ടാൻ അടിച്ചിട്ടുണ്ട്. അതിനിടയിൽ ഒരു പനി വന്നിട്ടുണ്ട്. ഇപ്പം ഞാനൊരു സൺസ്ക്രീനോ ലിപ്സ്റ്റിക്കോ ഒന്നും ഉപയോഗിക്കാതെയാണ് ഇന്നും തിരക്കിനിടയിൽ ചാടി ഇറങ്ങിയത്. വണ്ടിയിൽ കയറി ഇരുന്നപ്പോഴാണ് ഓർമ്മിച്ചത് സൺസ്ക്രീനോ ലിപ്സ്റ്റിക്കോ ഒന്നും ഇട്ടിട്ടില്ല എന്നുള്ളത്. കാരണം എന്നെ ഒന്ന് കണ്ണാടിയിൽ പോലും മര്യാദയ്ക്ക് നോക്കാൻ എനിക്കിപ്പോൾ സമയമില്ല എന്നുള്ളതാണ് കറക്റ്റായൊരു സത്യം എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും തിരക്കാണ്. തിരക്കെന്ന് പറഞ്ഞാൽ തിരക്കിനെക്കാട്ടും കൂടുതൽ ടെൻഷനുണ്ട്, ഭയങ്കര പ്രശ്നങ്ങളുണ്ട്. പലരും ചോദിക്കും ബിസിനസ്സിൽ മോപ്പിൻ്റെ ബിസിനസ്, ഡ്രസ്സിൻ്റെ ബിസിനസ്. പലരും തുറന്ന് ചോദിക്കുന്നവരുണ്ട്. പൈസ വെക്കാൻ സ്ഥലമുണ്ടോ എന്ന് പോലും ചോദിക്കുന്ന ആൾക്കാരുണ്ട്. തുറന്ന് ചോദിച്ച ആൾക്കാരുണ്ട്. തുറന്ന് പറയാതെ മുഖത്തുനിന്ന് ഞാൻ മനസ്സിലാക്കി എടുക്കുന്നതുമുണ്ട്. അപ്പോൾ ബിസിനസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്നതിൽ അപ്പാട് ആ ഒരു സംഭവമല്ല. അതിലിപ്പോൾ എത്ര പറഞ്ഞാലും ആർക്കും മനസ്സിലാവില്ല. അത് നമ്മളിനി ചിന്തിച്ചിട്ടും കാര്യമില്ല. പക്ഷേ നിങ്ങൾ തന്നൊരു സ്നേഹം ഉണ്ടല്ലോ. എൻ്റെ ഒന്ന് മുഖം വാടിയപ്പോൾ ശ്രദ്ധിച്ചതും ആ ഇൻബോക്സിൽ വന്ന മെസ്സേജോ നേരിട്ട് കണ്ടിട്ട് ചോദിച്ച ആൾക്കാർ, അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷം. എൻ്റെ വീട്ടിൽ നിന്ന് പോലും ഇപ്പോൾ എൻ്റെ കൂടെയുള്ള ഹസ്ബൻഡിന് പോലും മനസ്സിലായിട്ടില്ല ഞാൻ എൻ്റെ മുഖം ഇത്രക്കും മാറ്റം ഉണ്ടോയെന്നോ അല്ലെങ്കിൽ മക്കൾക്കോ ഒന്നും മനസ്സിലായിട്ടില്ല. പക്ഷെ നിങ്ങളാണ് അത് ശ്രദ്ധിച്ചതിൽ. അതിലൂടെയാണ് ഞാനും ശ്രദ്ധിച്ചത് ഇത്രയും വലിയൊരു മാറ്റം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഹോം റെമഡിയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. ഇപ്പോൾ കുറച്ചായിട്ട് അതൊന്നും ചെയ്യാറില്ല. അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ പിന്നെ ഈ ഒരു ടെൻഷൻ, ഓവർ സ്ട്രെസ്സൊക്കെ കൊണ്ടുവന്നതായിരിക്കാം. അങ്ങനെയൊക്കെ നമുക്ക് മുഖത്തിന് പെട്ടെന്ന് എഫക്റ്റ് ചെയ്യുമല്ലോ. അപ്പോൾ കണ്ണടയൊക്കെ വെക്കുമ്പോൾ മിററിൽ നോക്കുമ്പോഴാണ് എനിക്ക് ശരിക്കും മനസ്സിലായത്. നിങ്ങൾ പറഞ്ഞ മെസ്സേജൊക്കെ അപ്പോഴാണ് ഞാനിങ്ങനെ ഓർക്കുന്നത്. നല്ല മാറ്റം ഉണ്ടല്ലോ. ഞാൻ വീട്ടിൽ നിന്ന് തിരക്കിനുള്ള ഒന്ന് മുടി ഒന്ന് ഒതുക്കി ചെയ്യുമ്പോൾ മാത്രമേ ഞാൻ എൻ്റെ കണ്ണാടിയിലൊന്ന് നോക്കാറുള്ളത്. അല്ലാതെ അങ്ങനെ നോക്കാറൊന്നുമില്ല. നമ്മൾ ഒരു സമയം എത്തുമ്പോൾ എല്ലാം ഇടിപിടിന്ന് പറഞ്ഞാൽ അങ്ങ് പോക്കാം. പിന്നെ നമുക്ക് നമ്മളെപ്പറ്റി ചിന്തിക്കാൻ സമയമില്ല എന്നൊക്കെ ഉള്ള ഒരു ബോധത്തിലാണ് ഇപ്പോൾ ഉള്ളത്. പറ്റില്ല, തിരിച്ചു പിടിക്കണം ഇൻഷാ അല്ലാഹ്. അപ്പോൾ തിരിച്ച് വീട്ടിലെത്തി. നമ്മൾ രാവിലെ ആ സംഭവമൊക്കെ കഴിച്ചിട്ട് പോയതാണല്ലോ. ഇന്ന് ഹസ്ബൻഡിന് രാത്രി മൈലാഞ്ചി ഉണ്ട്. രാത്രിക്ക് ഫുഡൊന്നും വേണം. ഞാൻ വിചാരിച്ചു ഇന്നിപ്പോൾ ഒരു കുറച്ച് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി വെച്ചാൽ എനിക്ക് നാളെ ഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ നാളെ ഫുഡ് കുക്ക് ചെയ്യണ്ടല്ലോ. അങ്ങനെ ഇപ്പോൾ ഉണ്ടാക്കിയെടുക്കുന്ന കുറച്ച് അൽസ ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഹമ്മൂസ് അടിച്ച് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കണം. പിന്നെന്താണ് കുറച്ച് ചിക്കൻ ഇട്ടിട്ടാണ് കേട്ടോ. ഒരു 250 ഗ്രാം ഗോതമ്പ് മാത്രമേ എടുത്തിട്ടുള്ളൂ. എടിപിടിന്ന് പറഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു അൽസ കുറച്ച് ഉണ്ടാക്കിയിട്ട് പെട്ടെന്ന് കഴിക്കാം.
പിന്നെ കുറച്ച് ബിരിയാണി ഉണ്ടാക്കണം, കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കണം, കുറച്ച് ഹമ്മൂസും ചിക്കൻ ഫ്രൈയും. ചിക്കനൊക്കെ മസാല പുരട്ടിയിട്ട് ഫ്രിഡ്ജിലുണ്ട്. ബിരിയാണിൻ്റെ ചിക്കനും മസാല പുരട്ടി വെച്ചിന്, ചിക്കൻ പൊരിക്കാനുള്ളതും മസാല പുരട്ടി വെച്ചിന്. അതൊക്കെ ഞാൻ തലേദിവസം തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട്. മസാല എത്രത്തോളം പിടിക്കുന്നു അത്രത്തോളം ചിക്കന് ടേസ്റ്റ് ആയിരിക്കും. ബിരിയാണിക്കൊക്കെ തലേദിവസം തന്നെ നമ്മൾ മസാല പുരട്ടി ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കണം. അപ്പോൾ കുറച്ച് ഉള്ളിയും സ്പൈസസും പിന്നെ കുറച്ച് ഗീയും ഇട്ടിട്ട് ഒരു സൈഡ് അൽസ വേവിക്കാനും ഒരു സൈഡിൽ ഹമ്മൂസിൻ്റെ കടല വേവിക്കാനും വെച്ച് ഇനി നമുക്ക് ചിക്കൻ ഒന്ന് കുറച്ച് ഫ്രൈ ചെയ്യാം. ഇത് ബിരിയാണിയുടെ ചിക്കനാണ്. കുറച്ച് മഞ്ഞളും കുറച്ച് മുളകും മാത്രം ഇട്ടിട്ടുള്ള. പിന്നെ ഇതിലെല്ലാം ഇട്ടിട്ട് നല്ലപോലെ മസാല പുരട്ടി വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് അതൊക്കെ ക്രഷ് ചെയ്ത് മഞ്ഞൾ, മുളക്, ഉപ്പൊക്കെ ഇട്ടിട്ട് ഈ ചിക്കൻ്റെ മസാല പുരട്ടി എടുത്തിട്ടുള്ളത്. അത് തലേദിവസം ആ പുയിങ്ങൽ റൊട്ടി ആക്കുന്നതിൻ്റെ സമയത്ത് ഞാൻ ചെയ്തെടുത്തിനേനു. അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് ഞാൻ വിചാരിച്ച് എന്താ ആ ഓയിൽ വേസ്റ്റ് ആവുമല്ലോ, അതിലേക്ക് നമുക്ക് എന്ത് ചെയ്യുക, ബിരിയാണിയുടെ കാര്യങ്ങളൊക്കെ വഴറ്റിയെടുത്തിട്ട് കുറച്ച് ഞാൻ ബോക്സിലാക്കി മാറ്റി വെക്കുന്നുണ്ട്. കാരണം ആവശ്യാനുസരണം പൊരിച്ചാൽ മതിയല്ലോ. തണിഞ്ഞ ചിക്കന് ഇവിടെ ആർക്കും പൊതുവെ ഇഷ്ടമല്ല. ചൂടോടുകൂടി ഫ്രൈ ചെയ്ത് കഴിക്കുമ്പോഴായിരിക്കും ടേസ്റ്റ് ഉണ്ടാവും. അങ്ങനെ കുറച്ച് മാത്രം ഇപ്പോഴത്തേക്ക് മാത്രം കുറച്ച് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ചപ്പാത്തിക്ക് മാവ് പെട്ടെന്ന് കുഴച്ചിട്ട് അതും ഒന്ന് ചുട്ടെടുക്കണം. പിന്നെ അതൊക്കെ പെട്ടെന്ന് അങ്ങ് സെറ്റാക്കി എടുത്താൽ ഈ ഒരു വെളിച്ചെണ്ണ ഇതിൽ തന്നെ നമുക്ക് ഉള്ളി വഴറ്റിയെടുക്കാം. പിന്നെന്താണ് ഈ ഒരു ചീനച്ചട്ടി തന്നെ ഞാൻ വഴറ്റിയെടുക്കുന്നത്. കാരണം എൻ്റെ നോൺ സ്റ്റിക്ക് ചെമ്പുന്നതിനെക്കാട്ട് പെട്ടെന്ന് ഇതിൽ നിന്ന് മസാല നമുക്ക് വാടി വരും. അപ്പോൾ ഉണ്ടാക്കുമ്പോൾ ഇപ്പോൾ അങ്ങനെയാണ്, കുറച്ചധികം ഉണ്ടാക്കി ഒരുമിച്ച് അവിടെ മാറ്റി വെച്ചിട്ട് പിന്നെ അങ്ങനെ എന്നാൽ പിന്നെ കുറേ സമയം കിച്ചണിൽ മെനക്കേണ്ട സമയമില്ലല്ലോ. അങ്ങനെ ഗരം മസാല പൊടിച്ചതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ മിക്സിയുടെ പിന്നെ എന്താണ് ഇത് പൊട്ടിപ്പോയിട്ടുണ്ട്. അങ്ങനെ അതിനിപ്പം വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇനിയിപ്പോൾ അമ്മിക്കല്ലിലിട്ട് ഇടിച്ചെടുക്കണം നമ്മളെ മസാലക്കിട. അപ്പോൾ പച്ചമുളകൊന്നും നല്ലപോലെ ക്രഷ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാൻ നല്ലപോലെ ക്രഷ് ചെയ്താലും നമുക്ക് കുട്ടിയൊക്കെ ഇവിടെ നിന്ന് മനസ്സിലാവില്ല. പിന്നെ ചിക്കൻ ഇട്ട് പിന്നെ ചിക്കൻ അങ്ങനെ ബിരിയാണി പീസല്ല, കുഞ്ഞു കുഞ്ഞു പീസാണ്. ഞാൻ ചിക്കൻ വാങ്ങിക്കുമ്പോൾ ബിരിയാണിയൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. ബട്ടർ ചിക്കനും അങ്ങനെയൊക്കെയാണ് പിന്നെ ബ്രോസ്റ്റഡൊക്കെ ആക്കാമെന്നൊക്കെയാണ് പ്ലാനിങ്ങിലാണ് ഞാൻ ചിക്കൻ വാങ്ങിച്ചത്. പക്ഷേങ്കിൽ പിന്നെ എനിക്ക് ബ്രോസ്റ്റഡെല്ലാം ലൈവ് പൊരിക്കണമല്ലോ, അതിനൊന്നും സമയമില്ല. അതുകൊണ്ട് പിന്നെ പ്ലാന് പെട്ടെന്നാണ് മാറ്റിയത്. പിന്നെ ചോറുണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അങ്ങനെ ചപ്പാത്തി പിന്നെ എനിക്ക് ഈസിയാണ്. പക്ഷേങ്കിൽ ഒരു സൈഡിൽ ചോറ്, പിന്നെ അൽസ നല്ലോണം തേങ്ങാപ്പാൽ പിഴിഞ്ഞ് ഒന്ന് മിക്സിയിലിട്ട് അടിച്ച് തണിഞ്ഞപ്പോൾ അതെടുത്ത് മിക്സിയിലിട്ട് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് അടിച്ചെടുത്തതാണ്. പിന്നെ നല്ലോണം 2 ഉള്ളി പൊരിച്ചെടുത്തിട്ടുണ്ട്. അൽസയിൽ ഞാൻ കല്യാണം വിടുന്ന അൽസയ്ക്ക് ഉള്ളി പൊരിച്ചത് നോക്കി കോരും. എനിക്ക് ഭയങ്കര ഇഷ്ടം അൽസയിൽ ഉള്ളി പൊരിച്ചിട്ട് കഴിക്കാൻ. ഗീ ആ വേവിക്കുമ്പോൾ ഇട്ടതേ ഉള്ളൂ. പിന്നെ ഓവർ ഗീ വേണ്ടാന്ന് വെച്ചിട്ട് പിന്നെ ഇട്ടില്ല. പിന്നെയും ഗീ ഇട്ട നല്ല ടേസ്റ്റ് തന്നെ കേട്ടോ. ഇനിയിപ്പോൾ രണ്ടാമതെല്ലാം അൽക്കുലത്തായിട്ടുണ്ട്, എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ.